തെറ്റിച്ചുകൊണ്ട് ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ചുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട കാണികളെ, നിങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ താളം പോലും തെറ്റിച്ചുകൊണ്ട് കടന്നു വരുമ്പോ എന്തൊരു മത്സരമാണ്, എന്തൊരു ആവേശമാണ്. അതെ, ഒപ്പത്തിനൊപ്പമുള്ള മത്സരത്തിന് വേണ്ടി ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വഞ്ചികളും അങ്ങനെ രണ്ടാമത്തെ ട്രാക്കിലൂടെ പടക്കൊമ്പൻ കടന്നു വരുമ്പോ മൂന്നാമത്തെ ട്രാക്കിലൂടെ പാർത്ഥസാരഥിയും കടന്നു വരുന്നു. ആവേശകരമായിട്ടുള്ള ഒരു മത്സരം. TBC പടക്കൊമ്പനും പാർത്ഥസാരഥിയും ഒപ്പത്തിനൊപ്പം എത്താൻ വേണ്ടി ഇങ്ങനെ മത്സരിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു കാഴ്ച അല്ലേ? എത്ര രസകരമായിട്ടാണ് അവരെങ്ങനെ മത്സരിച്ചു വരുന്നത്. ഒരുപക്ഷെ പാർത്ഥസാരഥി നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും അല്ലേ, ഒരു വള്ളംകളിയാവുമ്പോ ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷെ ഇനിയും അല്ലെ, നേരത്തെ പറഞ്ഞതുപോലെ കടവനാടൊക്കെ മത്സരമുണ്ട്, അത് കഴിഞ്ഞാൽ വേറെ മത്സരങ്ങളൊക്കെ ഉണ്ട്, ആ മത്സരത്തിലൊക്കെ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ആ ഒരു താളത്തിനൊത്ത് അല്ലെ, ആ പുഴകളിലെ ഓളങ്ങൾക്കൊപ്പം ഒരുമിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ തുഴയിറഞ്ഞുകൊണ്ട് ആ മഞ്ഞ ജേഴ്സിയൊക്കെ ഇട്ട സുന്ദരന്മാരായിട്ടുള്ള ആ ചേട്ടന്മാർ, ആ സഹോദരന്മാരങ്ങനെ തുഴയിറഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിന് മുത്തമിടാൻ വേണ്ടി അങ്ങനെ വെമ്പുന്ന ഒരു കാഴ്ച. എത്ര മനോഹരമായ രീതിയിൽ അവര് ആ പടക്കൊമ്പനും അങ്ങനെ കടന്നു പോകുമ്പോ ആറാം പാത മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഉജ്ജ്വലമായ ഒരു മത്സരത്തിൽ ഇതെന്തൊരു മത്സരമാണ്. ഒപ്പത്തിനൊപ്പം വൈദ്യുത കല്ല് പോലെ തിളങ്ങുന്ന മൂന്ന് വള്ളങ്ങൾ പുഴയോളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ പറക്കും കുതിരയാണോ? നിങ്ങളൊന്ന് കാണൂ, എത്ര മനോഹരമായിട്ടുള്ള മത്സരം. കോരികളെന്ന് പറഞ്ഞ കുളമ്പടി ശബ്ദം പോലെ പുഴയുടെ ഉയർന്നു കേൾക്കുന്നില്ലേ? ഇതാ 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 പറക്കും കുതിര, ഇതാ കായൽ കുതിര. ഉജ്ജ്വലമായ മത്സരമാണോ? ഇതാ നമ്മളുടെ കാലത്തിന്റെ ഘടികാരം, നമ്മളുടെ ഹൃദയമിടിപ്പ് പോലെ കുതിരയാണോ? അങ്ങനെ പാഞ്ഞു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരം. നമ്മളുടെ ആ കായൽ കുതിര കടന്നു വരുമ്പോൾ ആ കാണികളോട് പറഞ്ഞതാണ്, ചെറുവള്ളങ്ങൾ നിങ്ങളൊന്ന് ഒതുക്കിയിടുക. ചെറുവള്ളങ്ങളൊന്ന് ഹലോ ഈ ചെറുവള്ളങ്ങൾ സ്റ്റേജിന്റെ മുന്നിലുള്ള ചെറുവള്ളങ്ങൾ എത്രയും പെട്ടെന്ന് വടക്കേ സൈഡിലേക്ക് മാറ്റണമെന്ന് പോലീസ് അധികാരികളോട് പറയുകയാണ്. ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരുന്ന വള്ളങ്ങൾക്ക് തടസ്സമാക്കി നിൽക്കുന്ന ചെറുവള്ളങ്ങൾ എത്രയും പെട്ടെന്ന് വടക്കേ സൈഡിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പവലിയന്റെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് 22 പേരുടെ ശക്തി. ആ ശക്തി ഒരു യന്ത്രത്തിൽ ഘടിപ്പിച്ച ഒരു യന്ത്രം പോലെ പ്രവഹിച്ചു വരുമ്പോൾ അതിനെ തടുക്കാനും തടയാനും നമ്മളുടെ ചെറുവള്ളങ്ങൾക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ചെറുവള്ളങ്ങൾ സ്നേഹത്തോടുകൂടെ പറയുകയാണ്, ഈ ചെറുവള്ളങ്ങളൊക്കെ ഒന്ന് കരയുടെ ഇരുഭാഗങ്ങളിലേക്ക് ഒതുക്കിയിടുക. നമ്മളുടെ പറക്കുമുതിരയും പറക്കുമുതിര വെള്ളം സൈഡിലേക്ക് കരയിലേക്ക് അടുപ്പിച്ച് അതിന്റെ വെള്ളം വെട്ടിച്ചിട്ട് സുരക്ഷിതമായി മാറിപ്പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ട്രാക്കിലൂടെ കടവനാടനം മത്സരിച്ചുകൊണ്ട് രണ്ടാം പാത മത്സരം വളരെ മനോഹരമായ രീതിയിൽ അവരങ്ങനെ തുഴയെറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഒരു കാഴ്ച അല്ലെ. രണ്ടാമത്തെ ട്രാക്കിലൂടെ കടവനാടൻ അവരങ്ങനെ മത്സരിച്ച് ആ ഫിനിഷിംഗ് പോയിന്റിന് ജോണി വാക്കർ മത്സരിച്ച് അങ്ങനെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സുന്ദരമായിട്ട് അവരങ്ങനെ മെല്ലെ
ഒരു മെല്ലെ മെല്ലെ അവരെ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ട് കടന്നു പോകുമ്പോൾ അവിടെ ആ മുങ്ങിയ വഞ്ചിക്കുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് പൈലറ്റ് ബോട്ട് അവരുടെ അടുത്ത് തന്നെയുണ്ട്. ആവേശകരമായിട്ടുള്ള മത്സര വള്ളംകളി ഇവിടെ BM കായലിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കിവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ട സുനിൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ഓഫീസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അയൂബ് ഖാൻ, ഷിബിൻ, സന്ദീപ്, വിനയശീലൻ, സുജിത് കുമാർ, അങ്ങനെ നല്ലൊരു ടീം ഇവിടെ ഉണ്ട്. അവര് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ വെയിലത്ത് തുടങ്ങുമ്പോൾ ഒരു യന്ത്രശക്തി പോലെ അങ്ങനെ കടന്നു വരികയാണ്. രണ്ടാമത്തെ ട്രാക്കിലൂടെ കോസ്മോസ് ഒരല്പം മുന്നിലാണ് എങ്കിൽ തന്നെ മൂന്നാമത്തെ ട്രാക്കിലൂടെ വാട്ടർ ജെറ്റ് അവരൊട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. നീല ജേഴ്സി അണിഞ്ഞ് തലയിൽ വെള്ള കെട്ടൊക്കെട്ടിട്ട് അങ്ങനെ ഭടന്മാരെ പോലെ അങ്ങനെ അവര് രണ്ടാമത്തെ ട്രാക്കിലൂടെ കോസ്മോസ് കടന്നു വരുമ്പോൾ വാട്ടർ ജെറ്റ് വെള്ളത്തിലെ ജെറ്റ് പോലെ അവരങ്ങനെ പാഞ്ഞു വരുമ്പോൾ രണ്ടമരക്കാരും നിന്ന് ആഞ്ഞു കുത്തി കോരി എറിയുമ്പോൾ കോസ്മോസ്, ഞാനിവിടെ സൂചിപ്പിച്ചു, നമ്മളുടെ 5 വള്ളങ്ങളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പുത്തൻ വള്ളങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അതിലൊരു വള്ളമാണ് കോസ്മോസും വാട്ടർ ജെറ്റും തമ്മിലുള്ള മനോഹരമായിട്ടുള്ള മത്സരത്തിന്റെ ഫലം നമ്മളുടെ ബഹുമാനപ്പെട്ട ജഡ്ജസ് നമ്മളെ അറിയിക്കും. അങ്ങനെ അറിയിക്കുന്ന തലത്തിൽ നമ്മൾ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അങ്ങനെ വാട്ടർ ജെറ്റും കോസ്മോസും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരം. നമുക്കറിയാം, നമ്മളുടെ ഈ പ്രദേശത്ത് 5 ജലരാജാക്കന്മാരാണ് നീരണിഞ്ഞത്. നമ്മളുടെ ജോണി വാക്കർ ഒന്ന് പാഞ്ഞു വരിക, അങ്ങനെ ആ കായൽ കായലിനെ ഞെടുക്കിക്കൊണ്ട് ആ കായൽ കൊമ്പൻ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള കായൽ കൊമ്പനാണോ മണിക്കൊമ്പനാണോ? ഇതാ നമ്മുടെ മുന്നിലൂടെ 2 കൊമ്പ് കോർത്തുകൊണ്ടുള്ള മത്സരം. മഞ്ഞ ജേഴ്സി അണിഞ്ഞ് 2 അമരക്കാര്, ഒന്നാം പതായക്കാരന്റെ കുത്തിയേറ് ആ താളത്തിന്റെ പിന്തുടർച്ച പിൻതലമുറക്കാരിലേക്ക് പകർന്നുകൊണ്ട് അവരങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തില് നീല ജേഴ്സിയൊക്കെ അണിഞ്ഞ് അങ്ങനെ നമ്മുടെ കായൽ കൊമ്പനും കടന്നു വരികയാണ്. ഒട്ടും ആവേശം ചോരാതെ, ഒട്ടും ആ വീര്യവും വാശിയും കുറയാതെ അവരും അങ്ങനെ മണിക്കൊമ്പനും കായൽ കൊമ്പനും അങ്ങനെ കടന്ന് അങ്ങനെ വരികയാണ്. കായൽ കൊമ്പൻ മൂന്നാമത്തെ ട്രാക്കിലൂടെയും രണ്ടാമത്തെ ട്രാക്കിലൂടെ മണിക്കൊമ്പനും കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ദൃശ്യം. നമുക്കറിയാം 800 മീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ 100 മീറ്റർ ഉസാൻ ബോൾട്ട് അല്ലേ, ആ തുടക്കത്തിലെ ശക്തി തന്നെ നമ്മൾ അവസാനം വരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് ഈ ജലമാമാങ്കമാണ് അല്ലേ. വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് വള്ളത്തിൽ നടത്തുന്ന ഈ മനോഹരമായ മാമാങ്കം നമുക്കറിയാം. 122 പേർ. എന്തൊരാവേശം! ഇരുകരകളിലെയും കാണികളെ രോമാഞ്ച കഞ്ചുകമണിയിച്ചുകൊണ്ട് ആവേശത്തിന്റെ പരകോടിയിൽ എത്തിച്ചുകൊണ്ട് ചുള്ളിക്കാടനും സാഗരറാണിയും രണ്ടാമത്തെ ട്രാക്കിലൂടെ സാഗരറാണി അതാ ഞാൻ ഈ ജലരാജാവായി മാറും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടാമത്തെ ട്രാക്കിലൂടെ സാഗരറാണി കടന്നു വരുമ്പോ മൂന്നാമത്തെ ട്രാക്കിലൂടെ ചുള്ളിക്കാടൻ വിട്ടു തരില്ല മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പത്തിനൊപ്പമുള്ളൊരു മത്സരം. എന്റെ പ്രിയപ്പെട്ട കാണികളെ, ഇതല്ലേ ആഗ്രഹിച്ചത്. ഒപ്പത്തിനൊപ്പം ആവേശകരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് സാഗരറാണിയും ചുള്ളിക്കാടനും ഒരുപക്ഷെ ഫൈനലിന്റെ പ്രതീതി ഉണർത്തിക്കൊണ്ട് ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പ്രവചിക്കാനാവാത്ത വിധത്തിലുള്ള ആര് പരാജയപ്പെട്ടു ആര് വിജയിച്ചു എന്ന് ഒരിക്കലും പ്രവചിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു മത്സരം അങ്ങനെ കാഴ്ചവെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ ഒരു സഹോദരൻ വെള്ളത്തിൽ നമ്മുടെ വഞ്ചി മുങ്ങിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം അംഗങ്ങൾ എത്രയും വേഗത്തിൽ ഇവിടെ എത്തിച്ചേരുക. നമ്മുടെ വഞ്ചി ഫിനിഷിംഗ് പോയിന്റിൽ നീന്തിയിട്ട് ആരും പോകണില്ല. അവിടെ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. ആരും നീന്തി പോകണ്ട.
അനാവശ്യമായിട്ട് സ്റ്റേജിന് മുന്നിൽ ആരും വെള്ളത്തിൽ അഭ്യാസം നടത്തേണ്ടതല്ല, പോലീസ് നിയന്ത്രിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത് നമ്മുടെ ഈ മത്സരം ഒരു സഹോദരൻ വേഗത്തിൽ തന്നെ അവിടെ എത്തി അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം വള്ളംകളിയാകുമ്പോൾ ചിലപ്പോ ഒരു വഞ്ചിയൊക്കെ മുങ്ങും. പക്ഷേ ഇവിടെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഫയർഫോഴ്സിന്റെ ടീം അംഗങ്ങൾ എത്രയും വേഗത്തിൽ എത്തിച്ചേരുക. ഫയർഫോഴ്സ് അവര് എത്തുന്നുണ്ട് വേഗത്തിൽ എത്തിച്ചേരുക. കാരണം ഇത്രയും വലിച്ചു വന്നതാണ്, ഏകദേശം 800 മീറ്ററോളം വലിച്ചു വന്നതാണ്. അതുകൊണ്ട് അവര് ഫയർഫോഴ്സിന്റെ ടീം അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവര് കൃത്യമായിട്ട് തന്നെ അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളോടെ BBRC സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും വളരെ നേരത്തെ നമുക്കറിയാം വഞ്ചി 2 മത്സരങ്ങളിൽ മുങ്ങിയപ്പോഴൊക്കെ അവർ കൃത്യമായിട്ട് വന്ന് അതിന്റെ സംഘാടനം കൃത്യമായിട്ട് ചെയ്തതാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ പോലീസ് സന്നാഹങ്ങൾ കൃത്യമായ രീതിയിൽ അവര് ഒരുക്കുന്നുണ്ട്. നമ്മുടെ മുങ്ങിയ വള്ളത്തെ പതുക്കെ കരയിലേക്ക് അടുപ്പിച്ച് വളരെ സുരക്ഷിതമായിട്ട് വെള്ളം വലിച്ച് അവിടെ മാറി പോകണം. നമ്മുടെ ഈ മത്സര വള്ളംകളിക്ക് ഇങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഡ്രോമ കെയർ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഡ്രോമ കെയറിന്റെ ടീം അംഗങ്ങളും ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഉടൻ തന്നെ ആംബുലൻസിന്റെ ടീം അംഗങ്ങളുണ്ട്. അവരൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അവർക്കൊക്കെ സ്നേഹപൂർവ്വം ഞങ്ങൾ സല്യൂട്ട് നൽകുന്ന ഒരു സമയം. ഫയർഫോഴ്സ് ഓക്കെ, എല്ലാവരും വളരെ കൃത്യമായിട്ട് അവർ ഫയർഫോഴ്സിന്റെ ടീം അംഗങ്ങൾ അവരെല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ ഡ്രോമാക്കിന്റെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. അവരെല്ലാവരും അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവർക്കത് അറിയാം. എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ മത്സര വള്ളംകളി ഇവിടെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവർ വെള്ളത്തിൽ മുങ്ങി കളിക്കുന്നവരും സൈഡിലേക്ക് മാറി പോകണം. അവിടെ രക്ഷാപ്രവർത്തനത്തിന് അവരുടെ നേതൃത്വം നൽകുന്നുണ്ട്. ഫയർഫോഴ്സും മറ്റും എല്ലാവരുടെയും സഹായത്തോടുകൂടി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടതാണ് മത്സരം. അവർ ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ 2 വഞ്ചിയും തമ്മിൽ ഏകദേശം മുട്ടിമുട്ടിയില്ല എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക കേട്ടോ. അടുത്ത മത്സരം അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അടുത്ത മത്സരം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഇതിനുശേഷം പ്രിയമുള്ളവരെ, മേജർ വിഭാഗത്തിന്റെ ആറാപാത മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കായൽമണിയും ജലറാണിയും തമ്മിലുള്ള ഉച്ചരമായ മത്സരമാണ്. നമ്മുടെ ഈ ചെറിയ കുട്ടികളാണ്, എനിക്ക് 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ് ഈ വഞ്ചി വലിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഫയർഫോഴ്സ് അവിടെ ഉണ്ട്. അവരെ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കുക. നമ്മുടെ ചുള്ളിക്കാടിലെ മുങ്ങിയ വഞ്ചിയിലെ അവരെ തുറക്കാരും മുഴുവനും വളരെ സുരക്ഷിതമായിട്ട് കരക്കെത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് CPR എന്തെങ്കിലും കൊടുക്കണം. യാതൊരു പ്രയാസവും കരക്കെത്തിച്ച് അവർക്ക് എല്ലാവിധ സുരക്ഷയും കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കായൽമണിയും CPR കൊടുക്കണേ. കായൽമണിയും ജലറാണിയും തമ്മിലുള്ള ഒരു ഉജ്ജ്വലമായ മേജർ വിഭാഗത്തിന്റെ പോരാട്ടമാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. ആരാധന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുഴമ്പം നയിക്കുന്ന കായൽ. എങ്കിൽ തന്നെയും ആ കായൽമണി ഒട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വെളുത്ത ആ ബനിയനൊക്കെ ഇട്ട് അവരങ്ങനെ നൻപങ്ങനെ കുത്തിയിറങ്ങി അയ്യടാ പോയടാ എന്നുള്ള ആ ഒരു ശ്വാസത്തില് അങ്ങനെ ഒരേ താളം, ഒരേ ലക്ഷ്യം, ഒരേ സ്വരം, അങ്ങനെ 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 ആ ജലറാണി 3ാമത്തെ ട്രാക്കിലൂടെ അങ്ങനെ നാരൻകൊത്തി കായൻകൊത്തി ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ആ ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സിയൊക്കെയാണ് ഇങ്ങനെ അവരും കായൽമണിയും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ബിയ്യങ്കായലിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് ആവാഹിച്ചുകൊണ്ട് അങ്ങനെ കായൽമണിയും ജലറാണിയും തമ്മിലുള്ള 6ാം പാദ മത്സരം അങ്ങനെ കടന്ന് നമ്മളുടെ മുന്നിലൂടെ അങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തില് അങ്ങനെ അവര് പാട്ടൊക്കെ പാടി അങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി അങ്ങനെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, വഞ്ചിപ്പാട്ടൊക്കെ പണ്ട് കാലത്തായിരുന്നു. കാരണം ഇപ്പോ മത്സരാംശത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉത്സവാംശം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ ബിയ്യങ്കായലിൽ ഇതുപോലെ ചെറുപ്പക്കാരൊക്കെ തന്നെ സംഘടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കായൽമണിയും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പുതിയ വഞ്ചിയാണ് ഈ വർഷം. സുഹൃത്തുക്കളെ, ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ആ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇതിനുശേഷമാണ് അടുത്ത മത്സരങ്ങൾ ആരംഭിക്കുകയുള്ളൂ. ബിയ്യങ്കായൽ ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പൊന്നാനി ബിയ്യങ്കായലിൽ നടക്കുന്ന ഈ ജലോത്സവത്തിന്റെ ഔദ്യോഗികമായി
താളത്തില് അങ്ങനെ ഈണത്തില് അവര് ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ട്രാക്കിലൂടെ വീരപുത്രൻ മഞ്ഞ ജേഴ്സിയൊക്കെ അണിഞ്ഞ് അവരങ്ങനെ കുത്തിക്കോരി അങ്ങനെ നൻപൊക്കെ അങ്ങനെ നീട്ടിയിറങ്ങി വരുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരം. അങ്ങനെ ആ തലയെടുപ്പൊക്കെ ആ വീരപുത്രന്റെ തലയെടുപ്പൊക്കെ വെള്ളത്തിൽ പതിഞ്ഞു കിടന്നുകൊണ്ട് അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കാൻ പുളിക്കക്കടവനും തയ്യാറല്ല. അവരുടെ ആ മത്സരത്തിന്റെ പുളിക്കക്കടവിന്റെ മത്സരവും അങ്ങനെ പുളിക്കക്കടവനും വീരപുത്രനും ഉജ്ജ്വലമായ മത്സരം നടക്കുമ്പോൾ എന്റെ കാണികളെ ഇവിടെ നിന്ന് രജീഷ് ഉപ്പാല പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ സുരക്ഷിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തൂക്കുപാലത്തിലേക്ക് ഒന്ന് നോക്കുക, എത്രമാത്രം ജനങ്ങളാണ്. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ജനങ്ങൾ ആ തൂക്കുപാലത്തിലേക്ക് പ്രവേശിക്കരുത്. കാരണം അത് നമുക്ക് മറ്റൊരു അപകടത്തിന് സജി രണ്ടാമത്തെ മത്സരം അല്ലെ സെമി ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിൽ സൂപ്പർ ജെറ്റും ആരോഗ്യം അല്പം മുമ്പിലാണ്. പക്ഷേ സൂപ്പർ ജെറ്റും മിഖായേലും ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടവനാടിന്റെ മിഖായേൽ അങ്ങനെ കടന്നു വരുന്ന ആവേശകരമായ കാഴ്ച. അതാ സൂപ്പർ ജെറ്റ് ഒരു ജെറ്റ് പോലെ തന്നെ പിറകെയുണ്ട്. ഞങ്ങളും ഈ മത്സരത്തിലെ താരങ്ങളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് രണ്ട് വഞ്ചികളും അങ്ങനെ ഒപ്പത്തിനൊപ്പം തന്നെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നു പോകുമ്പോൾ രണ്ടാം സെമി ഫൈനൽ മത്സരവും ഇവിടെ മൈനർ വിഭാഗത്തിന്റെ രണ്ടാം സെമി ഫൈനൽ മത്സരവും അങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ട് അടുത്ത പാദ മത്സരത്തിന് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുക്കങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങ് മൂന്നാം സെമി ഫൈനൽ മത്സരം ആരംഭിക്കണക്ക് അവരങ്ങനെ കായലിൽ തുള്ളി ചാടി പറന്നങ്ങനെ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കമന്ററി ബോക്സിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെ ആ വാരിപ്പുണരാൻ മിനിറ്റുകൾ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ പടക്കൊമ്പൻ TVCയുടെ പടക്കൊമ്പൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ കടന്നു വരുമ്പോൾ അങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തിലെ മത്സരത്തിന്റെ ആ മികവും അതിന്റെ വാശിയും ഒട്ടും ചോരാതെ തന്നെ ആ പടക്കൊമ്പനും അങ്ങനെ കടന്ന് വരികയാണ്. എത്ര രസകരമായിട്ട് അവരങ്ങനെ വാസ്കിന്റെ നമ്മളുടെ കായൽ കുതിര അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പടക്കൊമ്പൻ അങ്ങനെ തെയ്യാരം പാടി അങ്ങനെ പതുക്കെ തന്നെ അവരുടെ ആ വാശി. നമുക്കറിയാം പരാജയം ഒന്നിന്റെയും അവസാനമല്ല, പരാജയം ഒരു തുടക്കമാണ്. പരാജയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ വിജയത്തിൽ പഠിക്കാനൊന്നും തന്നെയില്ല. കാരണം പരാജയത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾക്ക് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് ഒരു നല്ല വിജയം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പടക്കൊമ്പൻ വീണ്ടും കടവനാട് കാണാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവര് മത്സര രംഗത്ത് നിന്ന് പിന്മാറുമ്പോൾ നമ്മുടെ അടുത്ത മേജർ വിഭാഗത്തിന്റെ സെമി ഫൈനൽ സനീഷ് ആണെങ്കിൽ അതിന്റെ രണ്ടാം അമരം സർഫുദ്ദീൻ നയിച്ചുകൊണ്ട് ന്യൂ ചലഞ്ച് സ്പോർട്സ് ക്ലബ് നയിക്കുന്ന ജോണി വാക്കറും പടക്കുതിരയും തമ്മിലുള്ള ആവേശകരമായിട്ടുള്ള ഒരു സെമി ഫൈനൽ മത്സരം. പറക്കും കുതിരയാണോ ജോണി വാക്കറാണോ, ആര് വിജയിക്കും എന്ന് ഒരിക്കലും പ്രവചിക്കാനാവാത്ത വിധത്തിൽ ആവേശം ജ്വലിപ്പിക്കുന്ന കാഴ്ചകൾ ജലോത്സവ പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ട് രണ്ടാമത്തെ ട്രാക്കിലൂടെ പറക്കും കുതിര കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ ജോണി വാക്കർ കടന്നു വരുന്നു. ഒപ്പത്തിനൊപ്പമുള്ള ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി ഉണർത്തുന്ന ഒരു സെമി ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് ഫിനിഷ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. പറക്കും കുതിരയും ജോണി വാക്കറും ഒപ്പത്തിനൊപ്പം അങ്ങ് ഫിനിഷ് ചെയ്തു പോവുകയാണ്. അവരുടെ മനസ്സിലുള്ളത് ഉജ്ജ്വലമായ ഒരു മത്സരം. ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ രണ്ട് വള്ളങ്ങളും കോസ്മോസും മണിക്കൊമ്പനും തയ്യാറാകാതെ ഉജ്ജ്വലമായ മനസ്സാക്കി ഓടി വരുന്ന
പാതാളത്തിൽ അങ്ങനെ കടന്നു വരുന്ന ഉജ്ജ്വലമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള ഒരു മത്സരമാണ്. ആ വഞ്ചി പതുക്കെ മറിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ കാണികൾ അല്ല, നമ്മുടെ കോസ്റ്റൽ പോലീസ് നമുക്കറിയാം, അവര് ഒരുപാട് ശക്തിയോടെ തുഴഞ്ഞാണ് ആരും ആ വഞ്ചിയിൽ പിടിച്ച് തന്നെ നിങ്ങൾ കിടക്കുക. നിങ്ങളുടെ നൻപ് പങ്കായമൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമില്ല, അത് നമുക്ക് എടുക്കാം. നിങ്ങൾ സുരക്ഷിതരായിട്ട് ആ വഞ്ചിയിൽ തന്നെ എത്ര നല്ലൊരു മത്സരം കാഴ്ചവെച്ച രണ്ട് വള്ളങ്ങളാണ് അല്ലെ. കോസ്മോസ് ആരും പോകേണ്ടതില്ല. നമ്മള് ഫയർഫോഴ്സ് അവിടെ കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ പാഞ്ഞെത്തി. അങ്ങനെ നല്ലൊരു സുരക്ഷാ സംവിധാനം കേട്ടോ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും നമ്മുടെ കോസ്റ്റൽ പോലീസും നമ്മുടെ തീരദേശ ജില്ലയായ പൊന്നാനി ഇവിടെയൊക്കെ നമ്മുടെ നമ്മള് ആ കൊമ്പ് നമ്മുടെ ആ വള്ളത്തിന്റെ ആ കോസ്മോസിന്റെ ചുരുള് ഇരിക്കുന്നുണ്ട്. വഞ്ചികള് കുഴപ്പമില്ല, കോസ്മോസിന്റെ ടീം തന്നെയാണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാരണം ആ ഒരു കോസ്മോസിന്റെ ചെറുവള്ളത്തിലെ കുട്ടികൾ ഉൾപ്പെടെ പോകുന്നത്. അങ്ങോട്ട് പോയിട്ട് യാതൊരു തിരക്കും പിടിക്കേണ്ട. അത് ഫയർഫോഴ്സും പോലീസും ശ്രദ്ധിക്കും. ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഒപ്പത്തിനൊപ്പമുള്ള കാഴ്ച ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. ഒപ്പത്തിനൊപ്പം ചുള്ളിക്കാടനും ജലവാണിയും ആര് വിജയിക്കും, ആര് പരാജയപ്പെടുമെന്ന് പ്രവചിക്കാനാണ്. ഒപ്പത്തിനൊപ്പം അതെ, മനോഹരമായിട്ടുള്ള ഒരു സെമി ഫൈനൽ, ഒരു ഫൈനലിന്റെ എല്ലാ വീറും വാശിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം അവരങ്ങനെ ആ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരു അവഞ്ചിയിലെ ഒരു സഹോദരൻ വിജയിക്കും. ഒരിക്കലും പ്രവചിക്കാനാവാത്ത വിധത്തിൽ വീരപുത്രനും കായൽ കുട്ടിയും പോരാട്ടം ചരിത്രത്തിന്റെ വിജയം. ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക എന്ന പ്രിയമുള്ളവരെ, വീരപുത്ര കായൽ കുതിരെ ഇതൊരു ഫൈനൽ മത്സരം തന്നെയല്ലേ. ഒപ്പത്തിനൊപ്പം വീരപുത്രൻ കായൽ കുതിരയും മിഖായേലും അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നുപോയ ആവേശകരമായിട്ടുള്ള ഒരു ഫൈനൽ മത്സരം. എത്ര മനോഹരമാണ് ആവേശകരമായിട്ടുള്ള മത്സരം ഉള്ളത് കൊണ്ടല്ലേ മണിക്കൂറുകൾക്ക് മുമ്പേ ഈ മത്സരം ഒന്ന് കാണണം, ഇതൊന്ന് ആസ്വദിക്കണം. ആര് ജലരാജാവാകും, ആര് ജലറക്കും കുതിരയാണോ? ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു പോരാട്ടം നമ്മുടെ കണ്ണുകൾക്ക് കൊണ്ട്, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടാസ്വദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരം. കലിയടങ്ങാത്ത കാത്തുകൊമ്പന്റെ ക്രൗര്യമോടെ ഇതാ തലയെടുപ്പോടെ വെള്ളത്തിലൊരു മിന്നൽ പിണർ സൃഷ്ടിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു. വില്യം ഗായകന്റെ വിരിമാറിൽ തൊട്ടുകളിൽ അഗ്നിസ്രോതസ്സുകൾ വളർത്തിക്കൊണ്ട് കരയിലെ ആവേശം കാണികളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ വള്ളങ്ങൾ കടന്നു വരികയാണ്. കരയിലെ ആവേശം തുഴക്കാരുടെ കൈകളിലേക്കും തുഴയുടെ ചലനം കരയിലെ ആർപ്പുകളിലേക്കും കൊണ്ട് വില്യം ഗായകന്റെ ഇടവെച്ച് വളർത്തിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു. ജലവാണിയാണോ, മണിക്കൊമ്പനാണോ, പറക്കും കുതിരയാണോ? പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പറക്കും കുതിര, ജലവാണി, പറക്കും കുതിര, ജലവാണി, റാണി, കുതിര, വള്ളങ്ങൾ ശ്രദ്ധിക്കണം. വള്ളം മറിയാതെ ശ്രദ്ധിക്കണം. വള്ളങ്ങൾ മറിയാതെ ശ്രദ്ധിക്കണം. ഈ 2024 ജലോത്സവത്തിന് സമാപനം കുറിക്കുന്നു. ഈ ജലോത്സവം അതിഗംഭീരമായി അതിമനോഹരമായി സംഘടിപ്പിക്കുവാൻ വില്യം ഗായൽ ബോട്ട് റേസ് കമ്മിറ്റിക്ക് സാധിച്ചിരിക്കുന്നു. ഈ 2024
ഈ സയൻസ് സന്ധ്യയിൽ ഈ ജലോത്സവം മഹനീയമാക്കിയ പൊന്നാനിയിലെ എല്ലാ ജലോത്സവ പ്രേമികൾക്കും BBRC സംഘാടക സമിതിയുടെ